ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേർക്ക് കുറച്ച് പാടാമെന്ന് തോന്നുന്ന ഒരു ഐറ്റമാണ് ടിയാര മേക്കിംഗ്. ടിയാര ചെയ്യാൻ ഒരുപാട് പ്രയാസമാണെന്നാണ് കുറേ പേര് പറയുന്നത്. പക്ഷേ ടിയാര ചെയ്യാനായിട്ട് സിമ്പിളാണ്. വലിയ ഐഡിയാസ് ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം അതിപ്പം ഞാൻ ചെയ്യുന്നത് വയർ ബോ വെച്ചിട്ടൊരു സിമ്പിളായിട്ടൊരു ടിയാരയാണ് ചെയ്യുന്നത്. അതിന് വയർ ബോയ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് റോസ് ഫ്ലവർ, അത് ചെറിയ കുറച്ച് റോസ് ഫ്ലവറും എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് എൻഡ് ബീഡ്സ്, പിന്നെ വരുന്നത് കുറച്ച് ബീഡ്സ് അത് വൈറ്റ് ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വൈറ്റ് ബീഡ്സ്, വലിയ സൈസും ഉണ്ട്, ചെറിയ സൈസും ഉണ്ട്. നമ്മളൊരു 8 mm സൈസും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്മോൾ സൈസ് 4 mm സൈസ് എടുത്തിട്ടുണ്ട്, 2 സൈസ്. പിന്നെ ഗ്ലൂവും, പിന്നെ ടിയാര മേക്കിംഗ് എന്ന് പറയുമ്പം എന്തായാലും അറിയാമല്ലോ, കോപ്പർ വയർ വേണം. കോപ്പർ വയർ എന്നും പറയും, ഗിയർ വയർ എന്നും പറയും, രണ്ടും ഇതിലേതെങ്കിലും ഒന്ന്. അതും കൂടി വേണം കേട്ടോ. അപ്പം ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വയർ ബോ എടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് എൻഡ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് കുറച്ച് സ്റ്റിക്കായിട്ടിരിക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നമുക്കൊരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ എൻഡിൽ ഇങ്ങനെ കൊടുത്താൽ മതി. അത് ഊരി പോകും കേട്ടോ. അപ്പം അത് ജസ്റ്റ് ഒന്ന് അമങ്ങിയിരിക്കുന്ന രീതിയിൽ, നല്ലപോലെ പിടിച്ചിരിക്കുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വലിയ ബീഡ്സാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 8 mm ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് അവിടെ നിന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ ബീഡ്സ് അവിടെ നന്നായിട്ട് ഒട്ടിയിരിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിയിരിക്കുമ്പോൾ നമുക്ക് ബാക്കി ഇങ്ങനെ ചെയ്യാനും കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പം ടിയാര വയറൊക്കെ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ അത് താഴോട്ട് ഇങ്ങനെ ഊരി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ അവിടെ ഒട്ടിയിരുന്നോളും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുത്തുകൾ ഇങ്ങനെ ഓടിക്കളിക്കത്തില്ലേ, അത് വരത്തില്ല അങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ. ഇനി നമുക്ക് ഓരോ ബീഡ്സായിട്ട് ഇട്ട് കൊടുക്കാം. 8 mm സൈസ് ബീഡ്സാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതറിയാൻ പാടില്ലാത്തവരും ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഓരോ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം വേണമെങ്കിൽ നമുക്കൊന്ന് എണ്ണി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 2 സൈഡും ഒരു കറക്റ്റ് ആകാതെ വരും, നമ്മളൊരു ഐഡിയ ഇല്ലാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ 2 സൈഡിലും ഒരേപോലെ വേണമെങ്കിൽ എണ്ണി ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 ബീഡ്സാണ് ഇങ്ങനെ ഒരു സൈഡിൽ ഇട്ട് കൊടുത്തത്. 10 വലിയ ടൈപ്പ് ബീഡ്സാണ് ഇട്ട് കൊടുത്തത്. ഇനി ഗിയർ വയർ എടുത്തിട്ട് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ലെങ്ത്ത് വേണം. ഇത് ചുറ്റി ബീഡ്സൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ലെങ്ത്തിലെടുക്കണം. നല്ലൊരു ലെങ്ത്തിലെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പകുതി വെച്ചിട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ ചുറ്റിയെടുക്കുമ്പോഴത്തേക്ക് ആ കമ്പിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കുറച്ച് നീളത്തിൽ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ട് ബീഡ്സിൻ്റെ ഒരു ബീഡ്സ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ചുറ്റി കൊടുത്തത്. അപ്പം നമ്മൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടും കൂടി ഉള്ളത് കൊണ്ട് ആ ഗ്ലൂവും ഈ ബീഡ്സും അതിൻ്റെ ആ ഒരു എൻഡ് വശം അതിങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ. അപ്പം പിള്ളേർക്കൊക്കെ തലയിൽ വെക്കുമ്പോൾ അത് തലയിൽ കൊള്ളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബീഡ്സിൻ്റെ അകത്ത് അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ കൊള്ളില്ല. അപ്പം ആ ഒരു ബീഡ്സ് നമ്മൾ മാറ്റിയിട്ട് ചുറ്റി കൊടുത്താൽ മതി, അതിൻ്റെ എൻഡ് അങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ചുറ്റിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വീണ്ടും ഒന്ന് കുറച്ചും കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3-4 റൗണ്ട് ഒന്നും കൂടെ അതൊന്ന് ചുറ്റി കൊടുക്കണം. അതവിടെ ഇരിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് ചുറ്റി കൊടുക്കണം. ഇനി ചുറ്റി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചെയ്യുന്ന വയറിലാണ് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിങ്ങനെ നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുത്തുകൊണ്ടിരുന്നപ്പം ആ അലിഗേറ്റർ ക്ലിപ്പ് ഊരിപ്പോയിട്ടോ. അപ്പം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് ആ മുത്തുകൾ പോയില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗിയർ വയറിൽ കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ബീഡ്സ് അല്ല, 2 ബീഡ്സേ നമ്മൾ ഇടുന്നുള്ളൂ. 2 ബീഡ്സും
അത് 2 സൈഡിലോട്ടാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ഒരു സൈഡിലോട്ട് ഒന്ന് കുറച്ചൊന്ന് കയറ്റിയെടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കണം. അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് ഇച്ചിരി കയറ്റിയെടുത്തിട്ട് അതും ഒന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കും. ഇനി ഇതിൻ്റെ സെൻറ്റർ കൂടെ ഒന്നുകൂടെ ഒന്ന് ചുറ്റി കൊടുത്താൽ കുറച്ചും കൂടെ അതൊന്ന് ടൈറ്റായിട്ടിരിക്കും. ആ കമ്പി വെച്ചിട്ട് തന്നെ വീണ്ടും ഒന്ന് ചുറ്റി കൊടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടിരിക്കും. ഇനി ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ആ റോസ് ഫ്ലവർ വെക്കുന്നത്. ആ റോസ് ഫ്ലവർ ഇതിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ബീഡ്സ് ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ റോസ് ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ചെറുതായിട്ടൊരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ നമ്മൾ എടുത്തിട്ട് അകത്തൂടി തന്നെ നമുക്ക് തിരിച്ച് ആ ഹോളിൽ കൂടെ തന്നെ തിരിച്ച് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മെറ്റൽ റോസ് ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ ഈ പെറ്റൽസൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ മാറ്റാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ പെറ്റൽസിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം. അതൊന്ന് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗിയർ വയർ അതിലേക്കൂടെ നമുക്ക് പുറത്തോട്ട് ഇറക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ആ പെറ്റൽസൊക്കെ ഒന്ന് അതിൻ്റെ ആ ഷേപ്പിലൊന്ന് പിന്നെ വെച്ച് കൊടുത്താൽ മതി, ഒന്ന് അമക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റാക്കി നമ്മൾ ആ സൈഡൊന്ന് നല്ലപോലെ ടൈറ്റാക്കി ഒന്നും കൂടി കുറച്ചൊരു 2-3 വട്ടം ഒന്ന് ചുറ്റി കൊടുക്കണം. ഒരു 3-4 വട്ടം ചുറ്റി കൊടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വൈറ്റ് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. 8 mm നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ആ ബീഡ്സ് തന്നെയാണ് വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. ഇനി എന്നിട്ട് ഒന്നുകൂടി അതൊന്ന് നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. ഒരു 2-3 വട്ടം വീണ്ടും ഒന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ വീണ്ടും 2-3 വട്ടം ചുറ്റി കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ബീഡ്സും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കുറച്ചും കൂടി അതിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ റോസ് ഫ്ലവർ എല്ലാം കൂടി ഇങ്ങനെ ഒരേപോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബീഡ്സും കൂടി അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തത്. ഇനി അടുത്തതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്മോൾ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട്, ഇത് 4 mm സൈസ് ചെറിയ ബീഡ്സാണ്, അത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് മുകളിലോട്ട് കയറ്റി എടുത്തിട്ട് ചുറ്റി കൊടുക്കണം. ഇപ്പുറത്തെ സൈഡിലും 2 സൈഡിലും അതുപോലെ തന്നെ ഇങ്ങനെ മുകളിലോട്ട് കയറ്റിയെടുത്ത് ചുറ്റി കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഇങ്ങനെ മുകളിലോട്ട് കയറ്റിയെടുത്ത് ചുറ്റി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ സെൻറ്ററിൽ നമ്മൾ ഈ റോസ് ഫ്ലവർ വെക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ, പെറ്റൽസിൻ്റെ ഇടയ്ക്കൂടെ അത് പുറത്തോട്ട് എടുത്തിട്ട് ചുറ്റി കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് ഇത് ഫുള്ള് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെയാണ് ഈ ചെയ്തെടുത്താൽ കിട്ടുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇട്ടത് 10 ബീഡ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇത് ചെയ്തതിന് ശേഷം വരുന്ന സൈഡിലും 10 ബീഡ്സ് ഇട്ട് കൊടുക്കും. എന്നിട്ട് എൻഡ് ബീഡ്സും കൂടി ഒട്ടിച്ച് കൊടുക്കും. അത്രയും പരിപാടിയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിയാരയാണ്. വയർ ബോയിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫുൾ ചെയ്തെടുത്തതിൻ്റെ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇത് ഫുൾ ഞാൻ അത്രയും ഭാഗം ചുറ്റി എടുത്തിട്ടുണ്ട്. ബാക്കിയാണ് നമ്മൾ 10 ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബാക്കി ഭാഗത്താണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ ആ എൻഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ബീഡ്സ് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ബീഡ്സ് ഇടുവാണെങ്കിൽ അവിടെ ഒട്ടിയിരുന്നോളും, പുറത്തോട്ട് ആ കമ്പി പോലത്തുള്ളത് വരത്തുമില്ല. അപ്പോൾ ഞാൻ ഇനി ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ഓരോ ബീഡ്സ് ഇട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം ഓരോ ബീഡ്സ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 10 ബീഡ്സ് അപ്പുറത്തെ സൈഡിലും 10 ബീഡ്സ് ഇപ്പുറത്തെ സൈഡിലും 10 ബീഡ്സായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ബാക്കി ഫുള്ളും ബീഡ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡിലും
എൻഡ് ബീഡ്സും കൂടെ വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു സൈഡിൽ ഇച്ചിരി നീളം കൂടുതൽ പോലെയുണ്ട്. ഇതിപ്പം ഞാൻ മറ്റേ സൈഡിൽ അലിഗേറ്റർ ക്ലിപ്പ് ഇങ്ങനെ വെച്ചത് കൊണ്ട് ആ ഒരു അത്രയും ഭാഗത്തെ മാത്രം നീളം കിട്ടിയുള്ളൂ. ഇച്ചിരി കൂടെ മുകളിലോട്ട് കയറ്റി അലിഗേറ്റർ ക്ലിപ്പ് കുത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻഡ് ബീഡ്സ് ആയും കൂടി ഇരുന്നോളും. ഈ ഇതിലും മുത്തിൽ അത് ഈ ബീഡ്സിൽ ഒട്ടിയിരുന്നോളും. കുറച്ച് നേരം ഒന്ന് നമുക്ക് പിടിക്കണം. നമ്മൾ ഇത് ഒട്ടിച്ച ഉടനെ തന്നെ ഇരിക്കത്തൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് വെച്ചിരുന്ന് കഴിഞ്ഞാലേ അതൊന്ന് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ കേട്ടോ. അപ്പം ടിയാര മേക്കിങ് ഒരുപാട് പ്രയാസമാണെന്ന് പറയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കോൾ ചെയ്ത് നമുക്ക് ഒരുപാട് കോൾ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. വെച്ചാൽ ഒത്തിരി പേർക്ക് മെസ്സേജ് അയക്കണം. കുറേ പേര് മെസ്സേജ് നമ്മൾ തിരിച്ച് റിപ്ലൈ അയച്ചില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി. നമ്മളെപ്പോഴായാലും അന്നത്തെ ദിവസം എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ വേറെ അടുത്തൊരു വീഡിയോയിൽ നമ്പർ കാണും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ നോക്കിയാൽ മതി. ഞാൻ ഒരുപാട് പേർക്ക് നമ്പർ അയച്ച് കമൻറ്റിൽ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ പോലും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നമ്പറില്ലേ എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്പർ ഉണ്ടായിരിക്കുന്നതാണ് കോൺടാക്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതല്ലാതെ നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ഓക്കെ, താങ്ക് യു.